ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ പറ്റിയാണ്. ഇത് ടെൻസിന്റെ പാർട്ട് 10 വീഡിയോ ആണ്. ഇതിനു മുമ്പത്തെ 9 ക്ലാസിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഡിസ്കസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസിന്റെ സബ് ഡിവിഷൻസ് ആയ ടെൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പാസ്റ്റ് സിമ്പിളിനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്തു, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്തു. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തേർഡ് സബ് ഡിവിഷനായ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ പറ്റിയാണ്. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു ടെൻസ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നിന്ന് തുടങ്ങാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ പറ്റിയിട്ട് ധാരാളം കാര്യങ്ങൾ നമ്മൾ ആ ടെൻസിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ബേസിക് ഫോർമുല അറിയാം, സെന്റൻസ് കൺസ്ട്രക്ഷൻ അറിയാം, അതിന്റെ ആപ്ലിക്കേഷൻ അറിയാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാം. സോ അതിന്റെ ബേസിക് ഫോർമുല എന്താണെന്ന് നമുക്കറിയാം. എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ബേസിക് ഫോർമുല? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. എന്താണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്? അപ്പോൾ ധാരാളം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ളതാണ്. ഒരു PDF ലിങ്ക് ആ ക്ലാസിന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്തായാലും ആ PDF ഒരിക്കൽ കൂടെ ഒന്ന് നോക്കി പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് നമുക്ക് ധാരാളം സ്ഥലത്ത് അത് ഉപയോഗപ്പെടും. സോ ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ബേസിക് ഫോർമുല. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ബേസിക് ഫോർമുല അറിയാമെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ബേസിക് ഫോർമുല വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. ഒരേ ഒരു ചേഞ്ച് മാത്രം വരുത്തിയാൽ മതിയാകും, നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ബേസിക് ഫോർമുല കിട്ടും. ഈ ഹാസ് ഓർ ഹാവിനെ മാറ്റിയിട്ട് അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഓക്സിലറി വെർബ് കൊടുക്കുക. പാസ്റ്റ് പെർഫെക്റ്റ് ഓക്സിലറി വെർബ് കൊടുക്കുക. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ഓക്സിലറി വെർബ്? അതും നമുക്കറിയാം. ഹാഡ് നമ്മൾ ഒരു ടേബിൾ ഒക്കെ വരച്ച് പഠിച്ചതാണ്. സോ പാസ്റ്റ് പെർഫെക്റ്റ് ഓക്സിലറി വെർബ് ഹാഡ്. സോ ഈ ഹാസ് ഓർ ഹാവിനെ മാറ്റിയിട്ട് അവിടെ എന്താണ് ഹാഡ് ചേർക്കുമ്പോൾ ഫോർമുലയായി സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. സോ ഇവിടെ ഓക്സിലറി വെർബായിട്ട് ഹാഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആവുകയാണ്. കാരണം എന്താണ്, ഇവിടെ രണ്ടെണ്ണം വന്നപ്പോൾ ഇതിൽ ഏതാണ് സിംഗുലർ ഏതാണ് പ്ലൂറൽ എന്ന് നമുക്ക് എന്താണ് തിരിച്ചറിയേണ്ടി വന്നു. ഇവിടെ നമ്മൾ സബ്ജക്ട് സിംഗുലർ ആണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ ഇവിടെ എന്ത് വരും? ഹാസ് വരും. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഹാവ് വരും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു എന്താണ് അതിന്റെ ഒരു ആവശ്യമില്ല. കാരണം ഇവിടെ ഒരൊറ്റ ഓക്സിലറി വെർബാണുള്ളത്. സോ സബ്ജക്ട് സിംഗുലർ വന്നാലും പ്ലൂറൽ വന്നാലും എന്ത് വന്നാലും നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കേണ്ട ഓക്സിലറി വെർബ് എന്താണ്? ഹാഡ് ആണ്. സബ്ജക്ട് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും എന്താണ് ഓക്സിലറി വെർബ്? ഹാഡ്. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാം. സോ ഫോർമുല ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഇപ്പൊ തന്നെ പഠിച്ചു കഴിഞ്ഞു. കാരണം മറ്റു ഫോർമുല നമ്മുടെ മനസ്സിലുണ്ട്. എന്താണ് ഫോർമുല? സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് PPV പ്ലസ് ഒബ്ജക്റ്റ്. നമുക്ക് സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാം. 2 എക്സാമ്പിൾ ഞാൻ എന്തായാലും എഴുതാം. ഫസ്റ്റ് വൺ, ഒരു സിംഗുലർ പ്രോനൗൺ നമുക്ക് തുടങ്ങാം. ഷീ എന്നൊരു സിംഗുലർ പ്രോനൗൺ നമുക്ക് എടുക്കാം. എന്താണ്? ഷീ ഹാഡ്. ഹാഡ് അവിടെ നിന്ന് നിങ്ങൾക്ക് അറിയാം പാസ്റ്റ് പെർഫെക്റ്റ്. ഷീ ഹാഡ്. എന്താ അടുത്ത്? PPV വേണം. ടേക്ക് എന്ന വെർബിന്റെ PPV എടുക്കാം. ടേക്ക് അതറിയണം. ടേക്കിന്റെ PPV ടേക്ക്, ടുക്ക്, ടേക്ക്. അങ്ങനെ ധാരാളം വെർബിന്റെ എന്താണ് PPV നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇവിടെ മാത്രമല്ല, നമ്മുടെ വോയിസ് പഠിക്കുമ്പോഴായാലും റിപ്പോർട്ടഡ് സ്പീച്ച് പഠിക്കുമ്പോഴായാലും എല്ലായിടത്തും നമുക്ക് ഉപകാരപ്പെടുന്നതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. സോ മിനിമം ഒരു 50 വേർഡ്സ് എങ്കിലും നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, സോ ടേക്കൺ. സോ ഷീ ഹാഡ് ടേക്കൺ. ഇനി ഒബ്ജക്റ്റ് ആയിട്ട് ഇഷ്ടമുള്ള കൊടുക്കാം. എന്തായാലും ഞാൻ ഇവിടെ ഒരു ബുക്ക് കൊടുക്കാം. ഷീ ഹാഡ് ടേക്കൺ എ ബുക്ക്. സോ ഇവിടെ എന്താണ് നമ്മൾ ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്ത് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് PPV പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, അടുത്ത് നമുക്ക് മറ്റൊരു എന്താണ് സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാം. അതൊരു പ്ലൂറൽ പ്രോനൗൺ ആയിക്കോട്ടെ. എന്തായാലും നമുക്ക് വി എടുക്കാം. വി അഗെയിൻ ഹാഡ് പ്ലേ. പ്ലേയുടെ PPV പ്ലേ, പ്ലേഡ്, then finally played. Played, played. Simple ആണ്. So ഇവിടെ we had played football. We had played football. ഇവിടെ കോമയുടെ ആവശ്യമില്ല. So we had played football. ഇവിടെ എന്തുണ്ട്? സബ്ജക്ട് ഉണ്ട്, എന്താണ് ഹാഡ് ഉണ്ട്, PPV ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. സോ ഇതെന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ ആണ് സെന്റൻസ് കൺസ്ട്രക്ഷൻ. അടുത്ത എന്താണ്? ഒബ്വിയസ്ലി എന്താണ്? നെഗറ്റീവ്. ഒരു സെന്റൻസിന്റെ നെഗറ്റീവ് നമുക്ക് എങ്ങനെ എഴുതാം എന്നാണ് അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സിമ്പിൾ ആണ്. ഓക്സിലറി വെർബിന് ശേഷം നോട്ടും എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചേർക്കാം? നോട്ടും എടുക്കാം. ഹാഡ് പ്ലസ് നോട്ട്. ഹാഡിന്റെ കൂടെ എന്ത് ചേർക്കുക? നോട്ട് ചേർക്കുക. ഹാഡിന്റെ കൂടെ നോട്ട് ചേർക്കുക. സിമ്പിൾ ആയിട്ട് നമുക്ക് ഹാഡിന്റെ നമുക്ക് എഴുതാം.
മാറ്റിയാണ് ഹാഡിൻ്റെ നമുക്ക് എഴുതാം. സോ ഹാഡ് പ്ലസ് നോട്ട് എന്താണ്? ഹാഡ്. ഓക്സിലറി വെർബിന് ശേഷം നോട്ട് കൊടുക്കുക. അപ്പൊ ഇതെവിടെ എങ്ങനെ വരും? ഷീ ഹാഡ് ശേഷം നോട്ട്, ഹാഡ് നോട്ട്, അപ്പൊ ഹാഡിന്റെ ഷീ ഹാഡിന്റെ ടേക്കൺ എ ബുക്ക്. സോ ഇതാണ് അതിന്റെ എന്ത്? നെഗറ്റീവ്. നോട്ട് ചേർത്ത് എഴുതുക. ഓക്കെ. അടുത്ത് ഇതിൻ്റെ വി ഹാഡ് പ്ലേഡ് ഫുട്ബോൾ. നിങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞാണ്. എന്തായാലും ഞാൻ എഴുതാം. വി ഹാഡിന്റെ പ്ലേഡ് ഫുട്ബോൾ. സിമ്പിൾ അല്ലേ? ഹാഡിന് ശേഷം നോട്ട് കൊടുക്കുക, അഥവാ ഓക്സിലറി വെർബിന് ശേഷം നോട്ട് കൊടുക്കുക. വി ഹാഡിന്റെ പ്ലേഡ് എന്താ? ഫുട്ബോൾ. സോ ഇതാണ് ഇതിന്റെ നെഗറ്റീവ്. അടുത്ത ഇൻട്രോഗേറ്റീവ്. ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു പോവുകയാണ്, കാരണം നമ്മളിത് എപ്പോഴും നമ്മൾ ആദ്യത്തെ ടെൻസ് പഠിക്കുമ്പോൾ തൊട്ടേ പറയുന്നതാണ്. പ്രസന്റ് സിമ്പിൾ പഠിച്ചു, പ്രസന്റ് കണ്ടിന്യൂസ് പഠിച്ചു, വന്നപ്പോൾ പാസ്റ്റ് സിമ്പിൾ പഠിച്ചു, പാസ്റ്റ് കണ്ടിന്യൂസ് പഠിച്ചു. അതാണ് ഞാൻ നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. എന്തായാലും നിങ്ങൾ സ്പീഡ് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക? പ്ലേ ബാക്ക് സ്പീഡ് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് കാണുക. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ. സോ ഷീ ഹാഡിന്റ് ടേക്കൺ എ ബുക്ക്. അടുത്തത് ഇൻട്രോഗേറ്റീവ്. ഇൻട്രോഗേറ്റീവ് എങ്ങനെ എഴുതി? ആദ്യം ഓക്സിലറി വെർബ് കൊടുത്തു, ബാക്കി സെന്റൻസ് എല്ലാം അതേപോലെ കൊടുത്തു, അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ വരും? ഇവിടുത്തെ ഓക്സിലറി വെർബ് ഹാഡ് അതാദ്യം എഴുതുക, ഹാഡ്, ബാക്കിയുള്ളതെല്ലാം മോഡൽ അതേപോലെ എഴുതുക. ഹാഡ് ഷീ ടേക്കൺ എ ബുക്ക്. ഫൈനൽ എന്തുണ്ട്? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഇതെന്ത് ക്വസ്റ്റ്യൻ ആണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ അല്ല, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. കാരണം ഇതിന്റെ ആൻസർ എന്താണ്? ഒന്നുകിൽ എസ് വരും, അല്ലെങ്കിൽ എന്ത് വരും? നോ വരും. സോ അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പറയാം. വി ഹാഡ് പ്ലേഡ് ഫുട്ബോൾ. ഹാഡ് ആദ്യം കൊടുക്കുക, ബാക്കിയുള്ളതെല്ലാം അതേപോലെ. ഹാഡ് വി പ്ലേഡ് ഫുട്ബോൾ. ഹാഡ് വി പ്ലേഡ് ഫുട്ബോൾ. ഫൈനലി ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. സോ ഇതെന്താണ്? നെഗറ്റീവ് ആണ്. ഇതെന്താണ്? ഇൻട്രോഗേറ്റീവ് ആണ്. ഫൈനലി എന്താണ്? നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ്. സിമ്പിൾ ആണ്. നമ്മുടെ ഇൻട്രോഗേറ്റീവിന്റെ നെഗറ്റീവ് എഴുതുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് കിട്ടുക. ഒരു സെന്റൻസ് തന്നിരുന്നാൽ നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് എഴുതാൻ നമുക്ക് ഈസി മെത്തേഡ് എന്താണ്? ആ സെന്റൻസ് ഉണ്ട്, ആ സെന്റൻസിന്റെ ഇൻട്രോഗേറ്റീവ് ആദ്യം എഴുതുക, അതിനുശേഷം ഓക്സിലറി വെർബിന് നോട്ട് കൊടുക്കുക. അപ്പോൾ ഈ സെന്റൻസിന്റെ ഇൻട്രോഗേറ്റീവ് എഴുതി ഇതിന് ഓക്സിലറി വെർബിന് ശേഷം നോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇൻട്രോഗേറ്റീവ് കിട്ടി. ഹാഡിന്റെ വി പ്ലേഡ് ഫുട്ബോൾ. ഹാഡിന്റെ വി പ്ലേഡ് ഫുട്ബോൾ. ഇത്രയുള്ള നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ്. എന്താണ് നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ്? ക്വസ്റ്റ്യൻ മാർക്ക് മറന്നു വരുന്നത്, കാരണം നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് ആണ്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ്, അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അപ്പോൾ ഇവിടെ എന്ത് വരും? ഹാഡ് ഷീ ടേക്കൺ എ ബുക്ക്, ഹാഡിന്റെ ഷീ ടേക്കൺ എ ബുക്ക് എന്ന് മാറുക. സിമ്പിൾ ആണ്. സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്തു, നെഗറ്റീവ് എഴുതി, ഇൻട്രോഗേറ്റീവ് എഴുതി, നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് എഴുതി. എങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് എഴുതിയത്? സെന്റൻസ് എഴുതിയിട്ട് ഓക്സിലറി വെർബിന് നോട്ട് കൊടുക്കും. ഇവിടെ എന്ത് ചേർത്തു? ഓക്സിലറി വെർബ് ഹാഡ് ആയതുകൊണ്ട് ഹാഡിന് ശേഷം നോട്ട് ചേർത്തു. അടുത്ത് വന്നത് എന്താണ്? ഇൻട്രോഗേറ്റീവ് ആണ്. ഇൻട്രോഗേറ്റീവ് എങ്ങനെ എഴുതി? ഈ ഓക്സിലറി വെർബിനെ ആദ്യം ചേർത്തിട്ട് ബാക്കിയുള്ളതെല്ലാം അതേപോലെ എഴുതി. അവസാനം എന്ത് ചെയ്തു? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. കാരണം എന്താണ്? അത് ഇൻട്രോഗേറ്റീവ് ആയതുകൊണ്ട്. എന്താണ് ഇവിടെ? സിംപ്ലി ഹാഡ് നമ്മൾ ആദ്യം എഴുതി. നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് എഴുതാനുള്ള ഏറ്റവും സിമ്പിളസ്റ്റ് മെത്തേഡ് എന്താണ്? ഒരു സെന്റൻസ് തന്നിരുന്ന ആ സെന്റൻസിനെ ആദ്യം ഇൻട്രോഗേറ്റീവിലോട്ട് എഴുതുക. ഇൻട്രോഗേറ്റീവിലോട്ട് എഴുതിയിട്ട് എന്താണ്? ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ചേർക്കുക. സോ ഇവിടെ ഹാഡിന് ശേഷം നമ്മൾ എന്ത് ചേർത്തു? നോട്ട് ചേർത്തു. അങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് എഴുതുന്നത്. സോ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ അറിയാം, ഇപ്പോൾ നെഗറ്റീവ് എഴുതാൻ അറിയാം, ഇൻട്രോഗേറ്റീവ് എഴുതാൻ അറിയാം, നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് എഴുതാൻ അറിയാം. ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ. ഇനി അടുത്ത് എന്താണ്? ഒരു കാര്യം കൂടെ കഴിഞ്ഞാൽ ഈ ക്ലാസ് ഇതോടെ അവസാനിക്കുകയാണ്. എന്താണ്? ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല, നമ്മൾ പാസ്റ്റ് സിമ്പിളിന്റെ 3 ആപ്ലിക്കേഷൻ എന്തോ പഠിച്ചു. ആ 3 ആപ്ലിക്കേഷൻ പഠിച്ചപ്പോൾ അവസാനത്തെ ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? അതെ, അത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് പഠിക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. പാസ്റ്റ് പെർഫെക്റ്റ് പഠിക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. സിമ്പിൾ ആണ് ആപ്ലിക്കേഷൻ, ഒരു വലിയ ആപ്ലിക്കേഷൻ ആണ്. കാണുമ്പോൾ നിങ്ങൾ പേടിക്കും, പക്ഷെ സംഗതി വെറും സിമ്പിൾ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, എന്തായാലും എഴുതുന്നില്ല. ആപ്ലിക്കേഷൻ, ഒരേ ഒരു ആപ്ലിക്കേഷൻ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. നമ്മുടെ എഡിറ്റിങ്ങിനായാലും നമ്മുടെ PSC ക്വസ്റ്റ്യൻസിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്തായാലും നമുക്കത് നോക്കാം. അപ്പോൾ എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റിൽ നടന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിലൊരു സ്പെഷ്യൽ കേസിലാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അത് ഏതെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് അതിന്റെ ആപ്ലിക്കേഷൻ. സോ എന്താണ് ആപ്ലിക്കേഷൻ? അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? ഇപ്പൊ പാസ്റ്റില് ഒരു പ്രവൃത്തി നടക്കണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. പാസ്റ്റിൽ ഒരു പ്രവൃത്തിയോ 2 പ്രവൃത്തിയോ എത്ര പ്രവൃത്തിയാണോ നടക്കാം. എന്നാൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പാസ്റ്റിൽ 2 പ്രവൃത്തികൾ ഒരുമിച്ച് നടക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, പാസ്റ്റിൽ 2 പ്രവൃത്തികൾ ഒരുമിച്ച് എന്ന് പറയുമ്പോൾ ഒരുമിച്ച് നടക്കുന്നു എന്ന് വിചാരിക്കുക. മിനിറ്റുകളുടെ വ്യത്യാസത്തിലോ അങ്ങനെ ഒരുമിച്ച് നടക്കുന്നു എന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പൊ രണ്ട് പ്രവർത്തികൾ പാസ്റ്റിൽ നടന്നു. അപ്പോൾ നമുക്ക് രണ്ട് പ്രവർത്തികളും സെന്റൻസ് രൂപത്തിൽ എഴുതണമെങ്കിൽ അതിൽ ആദ്യത്തത് പാസ്റ്റ് പെർഫെക്റ്റിൽ എഴുതണം. ഫസ്റ്റ് ആക്ഷൻ മസ്റ്റ് ബി ഇൻ പാസ്റ്റ് പെർഫെക്റ്റ്. ആദ്യത്തെ പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തെ പ്രവൃത്തി എന്തിനും എഴുതണം? നിങ്ങൾക്ക് ഓർമ്മ വന്നതാണ്, പാസ്റ്റ് സിമ്പിളിൽ എഴുതണം. സോ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. പാസ്റ്റിൽ, അതായത് കഴിഞ്ഞു പോയ കാലത്ത് രണ്ട് പ്രവർത്തികൾ ഒരുമിച്ച് നടന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ട് പ്രവർത്തികൾ നടന്നു കഴിഞ്ഞു. ആ നടന്നു കഴിഞ്ഞ പ്രവർത്തികളിൽ ആദ്യത്തേത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തേത് പാസ്റ്റ് സിമ്പിളിലും എന്ത് ചെയ്യുക? നമ്മൾ സെന്റൻസിൽ എഴുതുമ്പോൾ എഴുതുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ആദ്യത്തേത് പെർഫെക്റ്റ് ആയിരിക്കണം, രണ്ടാമത്തേത് സിമ്പിൾ ആയിരിക്കണം. ഇങ്ങനെ ഓർത്തിരുന്നാലും മതി. ആദ്യത്തേത് പെർഫെക്റ്റ്, രണ്ടാമത്തേത് സിമ്പിൾ. ആദ്യത്തേത് പെർഫെക്റ്റ്, രണ്ടാമത്തേത് സിമ്പിൾ. സോ സിമ്പിൾ തന്നെയാണ് ആ ആപ്ലിക്കേഷൻ. എന്താണ് ആപ്ലിക്കേഷൻ? എന്താണ്, ഞാൻ ഒരിക്കലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു എക്സാമ്പിൾ കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് പിടികിട്ടും. എക്സാമ്പിൾ: when I reached there, the train had gone. When I reached there, the train had gone. ഇതാണ് എക്സാമ്പിൾ. ഇതൊന്ന് ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും. When I reached there, ഞാൻ അവിടെ എത്തിയപ്പോൾ. The train had gone. ട്രെയിൻ പോയി കഴിഞ്ഞിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ ട്രെയിൻ പോയി കഴിഞ്ഞിരുന്നു. ഇവിടെ ആദ്യം നടന്ന പ്രവൃത്തി എന്താണ്? സിമ്പിൾ. ആദ്യം എന്ത് ചെയ്തു? ട്രെയിൻ പോയി കഴിഞ്ഞു. അതിനുശേഷമാണ് ഞാൻ അവിടെ എത്തിയത്. സോ ആദ്യത്തെ പ്രവൃത്തി ട്രെയിൻ പോയി, രണ്ടാമത്തെ പ്രവൃത്തി ഞാൻ അവിടെ എത്തി. ഇവിടെ ആദ്യത്തെ പ്രവൃത്തി ട്രെയിൻ പോയി. സോ അതുകൊണ്ട് അത് എന്ത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു? പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ? ഇത് സബ്ജക്റ്റ്, ഇത് വന്നിട്ട് നമ്മുടെ ഹാഡിൻ്റെത്. സോ ഓക്സിലറി വെർബ് ഹാഡ്, അടുത്തത് PPV. ഒബ്ജക്റ്റ് ആണോ നിർബന്ധമില്ല, എന്നാലും നമ്മളിവിടെ രണ്ടാമത് എഴുതുമ്പോൾ ദ ട്രെയിൻ ഹാഡ് ഗോൺ. സോ ഇതെന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ്. സോ ഇതാണ് ഫസ്റ്റ് പ്രവൃത്തി. ആദ്യം ട്രെയിൻ പോയി. അടുത്ത രണ്ടാമത്തെ പ്രവൃത്തി എന്താണ്? ഞാൻ അവിടെ എത്തി. അതെന്ത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു? പാസ്റ്റ് സിമ്പിളിൽ. വെൻ അങ്ങ് മറന്നേക്കു. ഐ റീച്ച്ഡ് ദെയർ. ഐ സബ്ജക്റ്റ്, റീച്ച്ഡ് എന്താണ്? നമ്മുടെ ഡിഡ് പ്ലസ് ഒരു സംഗതി V2 ഫോം. സബ്ജക്റ്റ് പ്ലസ് V2, ദെൻ ഇതെന്താണ്? ഒബ്ജക്റ്റ്. സോ ഇത് രണ്ടാമത്തെ പ്രവൃത്തി, ഇത് ആദ്യത്തെ പ്രവൃത്തി. സോ ആദ്യത്തെ പ്രവൃത്തി എന്തിൽ എക്സ്പ്രസ് ചെയ്തു? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത്തെ പ്രവൃത്തി പാസ്റ്റ് സിമ്പിളിലും. ഇതാണ് ആപ്ലിക്കേഷൻ. രണ്ട് പ്രവൃത്തികൾ ഒരുമിച്ച് നടന്നു എന്ന് വിശ്വസിക്കുക. അതിൽ ആദ്യത്തെ പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തേത് പാസ്റ്റ് സിമ്പിളിലും. ആദ്യത്തേത് പെർഫെക്റ്റ്, രണ്ടാമത്തേത് സിമ്പിൾ. എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് നോക്കാം. When I reached there, the train had gone. ഇവിടെ ആദ്യം ട്രെയിൻ പോയി കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ അത് പാസ്റ്റ് പെർഫെക്റ്റിലും അതിനുശേഷമാണ് ഞാൻ അവിടെ എത്തിയത്. അത് എന്ത് ചെയ്തു? പാസ്റ്റ് സിമ്പിളിലും എക്സ്പ്രസ് ചെയ്തു. ഇത്രയുള്ള ആപ്ലിക്കേഷൻ. ആദ്യത്തേത് ആദ്യത്തെ പാസ്റ്റ് പെർഫെക്റ്റ്, രണ്ടാമത്തേത് പാസ്റ്റ് സിമ്പിൾ. സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെൻസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അവസാനം പറഞ്ഞ ആപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്തതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം. പിന്നെ ഈ ഫോർമുലയൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ നെയിം ദ ടെൻസ് ഒക്കെ വരുമ്പോൾ നമുക്കത് ഉപകാരപ്പെടും. സോ നെക്സ്റ്റ് ഡേ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ്.